2:247 ഖുർആൻ പറയുന്നു, അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, തീർച്ചയായും അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, രാജാധികാരത്തിന് അദ്ദേഹത്തെക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ടായിരിക്കെ ഞങ്ങളുടെ മേൽ എങ്ങനെ അദ്ദേഹത്തിന് രാജാധികാരം ഉണ്ടാകും? അദ്ദേഹത്തിന് കൂടുതൽ ധനം നൽകപ്പെട്ടിട്ടുമില്ല. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങളെക്കാൾ അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അറിവിലും ശരീരശക്തിയിലും അദ്ദേഹത്തിന് കൂടുതൽ കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം നൽകുന്നു. അല്ലാഹു വിശാലമായ അറിവുള്ളവൻ ആകുന്നു. 4:59 പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവിൻ, ദൂതനെയും നിങ്ങൾ അനുസരിക്കുവിൻ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവിൻ. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കുക. നിങ്ങൾ അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല അന്ത്യഫലം നൽകുന്നതുമാണ്. 12:101 എൻ്റെ നാഥ, നീ എനിക്ക് ആധിപത്യം നൽകുകയും സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ഈ ലോകത്തും പരലോകത്തും നീയാണ് എൻ്റെ രക്ഷകൻ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സദ്വൃത്തരോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ. 21:105 പറയുന്നു, എൻ്റെ സദ്വൃത്തരായ ദാസന്മാർ ഭൂമിയെ അനന്തരാവകാശമാക്കുമെന്ന് മൂസാ നബിയുടെ ഉത്ബോധനത്തിന് ശേഷം സബൂറിൽ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24:55 നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരുടെ മുൻഗാമികൾക്ക് അധികാരം നൽകിയതുപോലെ അവർക്കും ഈ ഭൂമിയിൽ അധികാരം നൽകുമെന്നും അവർക്കായി അവർ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് ശക്തിപ്പെടുത്തി കൊടുക്കുമെന്നും ഭയത്തിന് ശേഷം നിർഭയത്വം നൽകുമെന്നും അവർ എന്നെ ആരാധിക്കുന്നു, അവർ ഒന്നിനെയും പങ്കുചേർക്കുന്നില്ല എന്നതാണ് ഈ വാഗ്ദാനത്തിന് കാരണം. ഇതിന് ശേഷം ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അവർ തന്നെയാണ് ധിക്കാരികൾ. 21:105 7:128 ഇത് ഖുർആൻ പറയുന്നുണ്ട്.